ഭഗവാന്റെ മുന്നിൽ കാൽ നൂറ്റാണ്ട് കാവലായി മുടങ്ങാതെ എത്തുന്ന ഒരു നിയമപാലകനുണ്ട്. 42-ലധികം സിനിമയിൽ അഭിനയിച്ച കണ്ണൂർ ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലെ ASI സദാനന്ദനാണ് ഈ അപൂർവ നിയോഗം. ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചത് ഭഗവാൻ മനസ്സ് നിറഞ്ഞു നൽകിയ കരുത്തുകൊണ്ട് എന്നാണ് ഈ പോലീസ് അയ്യപ്പന്റെ വിശ്വാസം. 25 വർഷത്തെ ശബരിമല ഓർമ്മ നമ്മുടെ പ്രതിനിധി അരുൺ കൊടുങ്ങൂരുമായി സന്നിധാനത്ത് നിന്നും അദ്ദേഹം പങ്കുവച്ചു. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് പോകാം. ഭഗവാന്റെ മുന്നിലേക്ക് ഒരു തവണയെങ്കിലും എത്തുക എന്നത് അതൊരു നിയോഗം തന്നെയാണ്. കഴിഞ്ഞ 25 വർഷമായി ഭഗവാന്റെ മണ്ണിലേക്ക് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ജോലിക്കായി നിയോഗിച്ച ഒരു പോലീസ് അയ്യപ്പനാണ് നമുക്കൊപ്പം ഉള്ളത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞതാണ്. എന്തായാലും ഇത്തവണ 25 വർഷത്തിലേക്ക് എത്തുകയാണ്. എന്താണ് ഈ ഒരു ഭഗവാന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ പറയാനുള്ളത്? സ്വാമി ശരണം. എത്രയോ വലിയ സന്തോഷം. 4 നൂറ്റാണ്ട് കാലം അയ്യപ്പ സന്നിധിയിൽ ജോലിക്കായി വരിക. അയ്യപ്പൻ്റെ 4 നൂറ്റാണ്ടിലധികമായി അയ്യപ്പനെ ദർശിച്ചിട്ടുണ്ട്. ആ ദർശന ഭാഗ്യം കിട്ടുക അത് വലിയൊരു ഭാഗ്യമായിട്ട്. കാരണം എന്താ വെച്ചാൽ ഈ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉരുകി തീർക്കുന്ന ഒരു സന്നിധിയാണ് ഈ അയ്യപ്പ സന്നിധി. ഞാൻ ജോലി ചെയ്യുന്നത് ഇപ്പം കണ്ണൂർ റൂറൽ ജില്ലയിലെ ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലാണ്. പോലീസിലാകുമ്പോൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാവാം, ഒരുപാട് ടെൻഷൻസ് ഉണ്ടാകാം. അതൊക്കെ ഈ അയ്യൻ്റെ മുമ്പിലേക്ക് അങ്ങ് സമർപ്പിക്കുകയാണ്. നമുക്കറിയാം, ചെറിയൊരു കാലയളവല്ല ഇവിടെ ഭഗവാന്റെ മുന്നിലേക്ക് എത്തുന്നത്. ശരിക്കും എല്ലാവർക്കും ഒരുപാട് അദൃശ്യമായുള്ള അനുഭവങ്ങളുണ്ട്. ഭഗവാന്റെ സാന്നിധ്യങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞത് ഒരുപാട് അനുഭവങ്ങൾ. കാരണം എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ 2000 നവംബർ 26-ാം തീയതിയാണ് കേരള പോലീസിലേക്ക് വരുന്നത്. 2003-ലാണ് എൻ്റെ ആദ്യത്തെ ആക്സിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാഞ്ഞങ്ങാട് ജോലി ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പം ഓട്ടോറിക്ഷ പിറകുന്ന് വന്ന് തട്ടി തെറിച്ച് വീണു. ആദ്യം പരിയാരം ഹോസ്പിറ്റലിൽ, പിന്നെ മംഗലാപുരം ഹോസ്പിറ്റലിൽ. ഞാൻ തിരിച്ചു വരവില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ഇത് മാറിക്കഴിഞ്ഞാൽ ആ ഇരുമുടിയെടുത്ത് എൻ്റെ അയ്യൻ്റെ മുന്നിലെത്തി ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, കാല് മുറിക്കണം എന്ന് പറഞ്ഞ ഘട്ടത്തിൽ, കാരണം കാലിൻ്റെ വൈവള്ളി, നമ്മളെ കുതികാൽ ഞരമ്പ് കട്ടായിട്ട് കയറിപ്പോയിട്ടുള്ളത്. അപ്പോൾ കാല് എനിക്ക് ക്ലിയറായി നടക്കാൻ പറ്റില്ല. ആ അവസരം വേദനയോടെ എനിക്ക് വിളിക്കാൻ എൻ്റെ അയ്യപ്പൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അനുഭവം തന്നെയാണ്. ജോലി നോക്കുന്ന ഇടയിൽ ഈ ഭഗവാന്റെ ഒരുപാട് സാന്നിധ്യങ്ങൾ ഒരുപാട് ആളുകൾക്കുണ്ടാകും. അതോടൊപ്പം നമുക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, 4 നൂറ്റാണ്ട് കാലം ഈ അയ്യപ്പ സന്നിധിയിൽ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. കാരണം പല ദേശങ്ങളിലുള്ളവർ, ഏകദേശം ഞങ്ങളുടെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഒരു ദിവസം 1 ലക്ഷത്തിലധികം പേരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത്രയും പേര് ഇവിടെ വരുമ്പോൾ അവരൊക്കെ ഇതുപോലെ എന്നെ പോലെയുള്ള സങ്കടങ്ങളും സങ്കടങ്ങൾ മാത്രമല്ല സന്തോഷങ്ങളും പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഇവിടുന്ന് എൻ്റെ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ്, സേവന കാലഘട്ടം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അടുത്ത വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം കേരള പോലീസ് ശരിക്ക് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഡ്യൂട്ടി, നല്ലൊരു ജോലി എന്ന് പറയുന്നത് ഈ അയ്യപ്പന്മാരെ, ഈ 1 ലക്ഷത്തിലധികം അയ്യപ്പന്മാരെ സേവിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി കാണുന്നവരാണ് ഞങ്ങൾ കേരള പോലീസ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ തവണ ഇതേപോലെ തന്നെ എഴുതിയിരുന്നു. അന്ന് ഒരു സിനിമാ താരം എന്നുള്ള നിലയിലാണ്. എന്താണ് അഭിനയമൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? സിനിമ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 42ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അവസാനം റിലീസ് ചെയ്ത കിഷ്കിന്ധ്യ കാണ്ഡം, അൻപോട് കൺമണി, പൊറോട്ട നാടകം, അതിലൊക്കെ ഞാൻ നല്ലൊരു വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ വലിയൊരു സന്തോഷം ഈ അയ്യൻ്റെ സന്നിധിയിൽ നിന്ന് അതുകൂടി ഞാൻ പറയുകയാണ്. ചന്ദ്രൻ നെരിക്കോട് എന്ന് പറയുന്ന സ്റ്റേറ്റ് ബസ്, ഞാൻ മുഴുനീളം അഭിനയിച്ചൊരു പടമാണ് സ്റ്റേറ്റ് ബസ്. ആ ചന്ദ്രൻ നെരിക്കോട് സാറിൻ്റെ ഒരു കന്നഡ പടത്തിലേക്ക് ഈ വർഷം കഴിഞ്ഞ ഉടൻ തന്നെ കന്നഡ പടം രണമാരി, അതായത് യുദ്ധമഴ എന്നാണ് ആ പടത്തിൻ്റെ പേര്. അത് പടം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ നടക്കുകയാണ്. അന്യഭാഷയിലേക്ക് ആദ്യമായിട്ടൊരു പടത്തിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ അയ്യപ്പ സന്നിധിയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങോട്ട് വന്നത് ASI ആണ്, പക്ഷെ മടക്കം അത് ഞങ്ങൾ 2025 നവംബർ 26-ന് ഞങ്ങൾ 25 വർഷം ഏകദേശം ഞങ്ങളുടെ ട്രെയിനിങ് MSPയിലായിരുന്നു. അങ്ങനെ കുറേ പേര്, ഏകദേശം ഒരു 800 പോലീസുകാർ 25 വർഷം പൂർത്തിയാകുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ. അവരൊക്കെ 25 വർഷം പൂർത്തിയാകുമ്പം SI ആയി മാറും. അതും ഇവിടെ വെച്ചാണ് ഉണ്ടാകുന്നത്.
അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എൻ്റെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും, ശരിക്കും പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്ത സ്ഥലം ആലക്കോട്, ഇതിന് തൊട്ട് മുമ്പ് ജോലി ചെയ്ത ആലക്കോട്, കുടിയാൻമല, പയ്യാവൂര്, ഇരിക്കൂർ. വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഞാൻ ഇരിക്കൂർ ആദ്യമായി ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് ഇരിക്കൂറാണ്, ഇപ്പോൾ ഉള്ളത് ഇരിക്കൂറാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും ഇരിക്കൂറും എനിക്ക് നല്ലൊരു പ്രിയപ്പെട്ട സ്റ്റേഷനാണ്. തീർച്ചയായും എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്തായാലും ഈ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അടുത്ത ഡ്യൂട്ടി എന്നാണെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ തിരുമുറ്റത്തേക്ക്, തിരുസന്നിധിയിലേക്ക് എത്തുക എന്നത് ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായി തന്നെയാണ് ഇതുപോലുള്ള പോലീസ് അയ്യപ്പന്മാരൊക്കെ തന്നെ കരുതുന്നത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം സന്നിധാനം. അതെ, ഭഗവാന്റെ തിരുനടയിൽ ഒരു 1/4 നൂറ്റാണ്ട് സേവനം അനുഷ്ഠിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യമായി തന്നെയാണ് സദാനന്ദൻ പോലീസ് കരുതുന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹം സൂചിപ്പിച്ചു ഭഗവാന്റെ നടയിൽ വെച്ച് തന്നെ ASI എന്നുള്ളത് SI റാങ്കിലേക്ക് കൂടി ഒരു പ്രൊമോഷൻ കൂടെ കിട്ടുന്നതോടെ ആ സന്തോഷം ഇരട്ടിയാകുകയാണ് എന്നും അദ്ദേഹം അരുൺ കൊടുങ്ങൂറിനോട് പങ്കുവച്ചത്. നമുക്ക്